എന്താ പേര്? ലിയോ. ലക്ഷണം കാണാമ്പുഴ ഭഗവതിയാണ്. എല്ലാ ലക്ഷണങ്ങളും അനുകൂലമായി വരും. ജാതി മതങ്ങളില്ല, എല്ലാ അനുകൂലം എല്ലാ മതം ഒരേപോലെയാണ്. പാവങ്ങളോട് സ്നേഹബന്ധം കൂടും, ഉയർന്നവനെ കാര്യപ്പെടില്ല, മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കും. ഭാഗ്യക്കുരി അടിക്കും പോലെ നിൽക്കുന്നത്. ഉദ്ദേശങ്ങൾ വിജയിക്കുക, ഗുണത്തിൽ വരുമോ രണ്ട് മനസ്സാണ്. ഉദ്ദേശങ്ങളെല്ലാം വിജയിക്കും. മറുനാട് കൊണ്ട് ജീവിക്കണം, അന്യനാട് കൊണ്ടേ ജനിച്ച നാട് വിട്ട് വൈദൂരം വിട്ട ആളുകളോട് അനുകൂലിക്കണം. എടുക്കുന്ന പ്രവൃത്തി കൊണ്ട് ഗുണപ്പെടും. ഒരു ചെറിയ പ്രവൃത്തിയാണ് ആ മനസ്സിൽ, ചെറുതാന്ന് വിചാരിക്കണ്ട. ഉയർന്നു സമ്പാദിക്കാൻ ഭാഗ്യമുണ്ട്. സ്വന്തം മുതൽ കൈകൊണ്ട് മേടിക്കും. ഭൂമി, വാഹനം, സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാനുള്ള ലക്ഷണം കിടക്കുന്നുണ്ട്. അതെപ്പോഴും വിജയമായി വരും. അച്ഛനമ്മ സമ്പാദിച്ച മുതലുകൊണ്ട് പവർ കളിച്ചില്ല, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കും. സ്വന്തം മുതൽ കൊണ്ടാണ് പവർ കിടക്കുന്നത്. അതിലെല്ലാ കാര്യങ്ങളും വിജയിക്കണം. മങ്ങില്ല ലക്ഷണത്തിൽ ഗുണമുണ്ട്. ഭാര്യ, മക്കള്, കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകും. അതിലനുകൂലമായി വരും. മറ്റൊരാളുടെ സ്വത്ത് മുതലുകൊണ്ട് പവർ കളിക്കില്ല, സ്വന്തം അധ്വാനിച്ചെടുക്കും. അതിൽ വളരെ അനുകൂലമായിട്ട് വരുന്ന കാര്യമായിട്ട് എല്ലാ ദൈവത്തിനും വിശ്വസിക്കുന്ന ആളല്ല. സ്വന്തം മനസ്സിൽ ഒരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം അനുകൂലമായിട്ട് വരും. അതിൽ രക്ഷയാണ്. മറ്റൊരാളുടെ മനപ്രയാസം കാണാൻ പറ്റില്ല. പണം പൈസ കൊണ്ട് കുറഞ്ഞാലും വാക്കുകൊണ്ട് തോറ്റ ആളുകളെ രക്ഷപ്പെടുത്തും. അതിലനുകൂലമായി വരും. ശത്രുക്കളുണ്ട്. എടുക്കുന്ന പ്രവൃത്തി ജീവിതത്തിൽ വലിയ അസൂയക്കാർ ശത്രുക്കളുണ്ട്. ശത്രു ഉണ്ടെന്നുള്ള ബോധമില്ല. എല്ലാവരും ഒരേപോലെയാണ് ജീവിച്ചു വരുന്നത്. 12 വയസ്സിലെ തന്നിഷ്ടമുള്ള മോനാണ്. തന്നിഷ്ടം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ ഒഴിഞ്ഞ തന്നിഷ്ടമല്ല, എൻ്റെ സ്വന്തം കാര്യമൊക്കെ ഞാൻ കാണാമെന്നുള്ള തന്നിഷ്ടമാണ്. അത് മരിക്കുന്നവരെ കൊണ്ട് എത്തിക്കും. ആയുസ് വരെ 80 വയസ്സ് വരെയുണ്ട് കേട്ടോ. അതിലൊന്നും വളരെ ദോഷം വരില്ല. ഈ ജീവിതം ഉയർന്ന് മുന്നോട്ട് പോകാനും അതിഭാഗ്യപ്പെടാനുള്ള ലക്ഷണം വളരെയുണ്ട്. കാടാമ്പുഴമ്മയാണ് കിട്ടിയത്. നല്ല ദോഷങ്ങളൊക്കെ തട്ടിത്തിരിഞ്ഞ് ഗുണത്തിനെ ചിന്തിക്കാൻ പോണു. ദോഷകാലത്തുനിന്നൊക്കെ വിജയിച്ച് വരുന്നുണ്ട്. അതിൽ വളരെ അനുകൂലമായിട്ട് വരും. ഓക്കെ.